ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഏലിയ പ്രവാചകൻ ഉടലോടെ ആഗ്നേയ രഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. മിശിഹായുടെ വരവിന് മുന്നോടിയായി ഏലിയ വീണ്ടും വരുമെന്നും മിശിഹായ്ക്ക് വഴിയൊരുക്കുമെന്നുമുള്ള ഒരു പ്രവചനം പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. യഹൂദർ പ്രതീക്ഷിച്ചിരുന്നത്, അവരുടെ മനസ്സിൽ ഈ പ്രവചനം ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചത് വീണ്ടും ഏലിയ പ്രവാചകൻ അതിശയിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന അതിമനോഹരമായ രഥത്തിൽ വീണ്ടും എഴുന്നള്ളി മിശിഹായ്ക്ക് വഴിയൊരുക്കും എന്നാണ്. അവരുടെ പ്രതീക്ഷകൾ അതായിരുന്നു. ഇവിടെ നിയമജ്ഞർക്ക് പ്രവചനമറിയാമായിരുന്നു, അവർക്ക് വിശുദ്ധ ഗ്രന്ഥമറിയാമായിരുന്നു. എന്നാൽ അവിടെ അവർ പ്രതീക്ഷിച്ചതല്ല അവർ കണ്ടത്. അവർ പ്രതീക്ഷിക്കാത്തത് കാണാത്തതുകൊണ്ട് അവർ വിശ്വസിച്ചുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ പ്രതീക്ഷകൾ. ഇവിടെ നിയമജ്ഞർ പ്രതീക്ഷയുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെ പിടിയിലായിരുന്നു, കെണിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും സാധാരണ അവസ്ഥയിലായിരിക്കും. കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള ഒരു അവസ്ഥ വേണമെന്നില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇല്ലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും ലാളിത്യത്തിലാണ്. പലപ്പോഴും ദൈവത്തെ നാം നോക്കുന്നത് വിജയിക്കുന്ന ഒരു ദൈവത്തെയാണ്, വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. എന്നാൽ പലപ്പോഴും ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നാം അവഗണിക്കുന്ന പാവപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, രോഗികൾ, ഇങ്ങനെയുള്ളവരുടെ മുഖത്താണ് യേശുവിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. മെസ്സഞ്ചറിനെ, സന്ദേശവാഹകനെ അവർ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മിശിഹായെയും തിരിച്ചറിയാനായിട്ട് അവർ പരാജയപ്പെടുന്നു. ഈ കാര്യം കർത്താവ് കൃത്യമായിട്ട് ശിഷ്യന്മാരെ അറിയിക്കുകയാണ്, താനും തിരസ്കരിക്കപ്പെടുമെന്നുള്ള ആ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ സമൃദ്ധിയുടെ ആഘോഷങ്ങളിലായിരിക്കില്ല, കാതടിപ്പിക്കുന്ന സംഗീതത്തിലായിരിക്കില്ല ദൈവത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. എവിടെ അനുതാപം ഉണ്ടോ, എവിടെ നീതി പുലരുന്നുവോ, അവിടെയായിരിക്കും ചിലപ്പോൾ മെസ്സഞ്ചറിനെയും സന്ദേശവാഹകനെയും ക്രിസ്തുവിനെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. യേശുവിനെ തിരിച്ചറിയുന്നുണ്ടോ?